ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അലോങ് വിത്ത് ഫോറൻസിക് സയൻസ്. ഇത് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. നാഷണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഒരു റിക്രൂട്ട്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കോൺട്രാക്ച്വൽ ബേസിലുള്ള ഓപ്പർച്യൂണിറ്റി ആണ് എന്നുണ്ടെങ്കിലും അവർ ഒരു പെർമനൻറ്റ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് വരെ ഈ ഒരു കോൺട്രാക്ച്വൽ റിക്രൂട്ട്മെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നൽകാവുന്ന രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അവർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. സോ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നോട്ടിഫിക്കേഷൻ ഭാഗത്ത് ചെല്ലാം. അവിടുന്ന് നോട്ടിഫിക്കേഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അവർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് വേണ്ടത് 9/4/2025 അവർ പുറപ്പെടുവിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടീസ് കോൺട്രാക്ട് ഫോറൻസിക് സയൻസ് ലബോറട്ടറി JNCT ഓഫ് ഡൽഹി എന്ന് പറയുന്ന റിക്രൂട്ട്മെൻറ്റാണ്. സോ നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഒഫീഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മളത് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നു. സോ ഡൗൺലോഡ് ചെയ്ത നോട്ടിഫിക്കേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഒരു ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹിയുടെ അണ്ടറിൽ വരുന്ന ലബോറട്ടറിയാണ്. സോ ഇവരുടെ നോട്ടിഫിക്കേഷനിൽ ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് കോൺട്രാക്ച്വൽ ബേസിൽ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസേഴ്സിനെയാണ്. സോ ഇവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ കാറ്റഗറിയിൽ അറൗണ്ട് 116 വേക്കൻസിയാണ് ഇവർ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസിലാണ് ഈ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് ഓൺ കോൺട്രാക്ട് ബേസിസ് നടക്കുന്നത്. സോ ഫസ്റ്റ് വണ്ണ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ബയോളജിയാണ്. സോ അതിന് ലൈഫ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് അവർ അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 3 years ഓഫ് എക്സ്പീരിയൻസ് ആണ് ഇൻ റിസർച്ച് ആൻഡ് അനാലിറ്റിക്കൽ വർക്ക്. ഈ ഫീൽഡിൽ, അതായത് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ 3 years എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. സോ ഈ എല്ലാ പോസ്റ്റിനും എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആവശ്യമാണ് എന്ന് കരുതിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. കാരണം ഇത് ഡിഫറെൻറ്റ് ഫീൽഡ്സിലുണ്ട്. ചില ഫീൽഡ്സിൽ മാത്രമാണ് എക്സ്പീരിയൻസ് ആവശ്യമുള്ളത്. എക്സ്പീരിയൻസ് ഇല്ലാതെയും മാസ്റ്റേഴ്സ് ഡിഗ്രി മാത്രം വെച്ചിട്ട് അപ്ലൈ ആവുന്ന വേക്കൻസീസ് ഇതിന് താഴെ വരുന്നുണ്ട്. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രിയാണ്. സോ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയും അതുമായിട്ടുള്ള ഫീൽഡിൽ റിലവൻ്റ് ആയിട്ടുള്ള 3 years എക്സ്പീരിയൻസുമാണ് ഈ ഒരു പോസ്റ്റിന് റിക്വയർ ആയിട്ടുള്ളത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ബാലിസ്റ്റിക്സ് ആണ്. സോ അതിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ് ഓർ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഫീൽഡും ദെൻ അതിലുള്ള റിലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് 3 years ആവശ്യമാണ്. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഫിസിക്സിലുള്ള ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറാണ്. സോ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്സ്, അപ്ലൈഡ് ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സയൻസ്, ഇനി അഥവാ ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ BTech, BE അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ റിലവൻ്റ് ആയിട്ടുള്ള ഈ ഫീൽഡിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ദെൻ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഇൻ സൈബർ ഫോറൻസിക് സയൻസ് ആണ് ചോദിക്കുന്നത്. സോ അതിന് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, IT, ദെൻ ഫിസിക്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ BTech ബിരുദം അല്ലെങ്കിൽ ME MTech ബിരുദമൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. ആ എക്സ്പീരിയൻസ് വേണമെന്ന് അവർ ഇവിടെ പറഞ്ഞിട്ടില്ല. ദെൻ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഫോട്ടോ, അതായത് ഫോറൻസിക് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ്. സോ നമ്മൾ ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻസിൽ കാണുന്ന പോലെ ഫോട്ടോ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഫോട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആക്ടിവിറ്റീസൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഏരിയയാണിത്. സോ അതിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ്, AI, ഇൻഫർമേഷൻ ടെക്നോളജി അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി, അതുപോലെ തന്നെ BTech, BE അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഒപ്പം അവർ നമ്മുടെ അടുത്ത് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നില്ല. ദെൻ സെവൻത്ത് വൺ എന്ന് പറയുന്നത് ലൈ ഡിറ്റക്ഷനിലുള്ള ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ കോൺട്രാക്ട് ബേസിലുള്ള റിക്രൂട്ട്മെൻറ്റിനുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി, ക്രിമിനോളജി തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. അതിൽ ഡിസൈറബിളായിട്ട് 1 year വർക്കിംഗ് എക്സ്പീരിയൻസ് ഈ ഫോറൻസിക് സൈക്കോളജിയുടെ ഏരിയയിൽ അവർ ചോദിക്കുന്നുണ്ട്. അത് ഡിസൈറബിളാണ്. ഇനി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ആവുന്നതാണ്. ദെൻ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഇൻ ഫീൽഡ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, അതിലും ഫിസിക്സ്, കെമിസ്ട്രി, ഫോറൻസിക് സയൻസ് അത് തുടങ്ങിയിട്ടുള്ള ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് അവർ ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല വേണമെന്ന്. ദെൻ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഫിംഗർ പ്രിൻറ്റ്, അതിലും ഇതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, ഫോറൻസിക് സയൻസ് അത്തരത്തിലുള്ള ഒരു
മാസ്റ്റേഴ്സ് ഡിഗ്രി. അവിടെ ഡിസൈറബിൾ ആയിട്ട് ഡോക്ടറേറ്റ് ഡിഗ്രി ഇൻ കൺസേൺ ഡിസിപ്ലിൻ കൊടുത്തിട്ടുണ്ട്, അത് ഡിസൈറബിൾ ആണ്. സോ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിലും ഇനി മാസ്റ്റേഴ്സ് ഡിഗ്രി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് അപ്ലൈ ആവുന്നതാണ്. ദെൻ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഇൻ HRD ഓർ QC, അതിനും ഫിസിക്സ്, അപ്ലൈഡ് ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഫോറൻസിക് സയൻസ്, ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ചോദിക്കുന്നത്. സോ ഏകദേശം എല്ലാ ഫീൽഡിലും അല്ലെങ്കിൽ എല്ലാ ഡിസിപ്ലിനുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എന്ന പോസ്റ്റിൽ 116 വേക്കൻസിയിലോട്ട് ഡിഫറെൻറ്റ് ഫീൽഡിലായിട്ടാണ് ഇവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അതായത് 10 ഫീൽഡിലായിട്ട് 116 വേക്കൻസി ഉണ്ട്. സോ ബോട്ടണി, സുവോളജി മീൻസ് ലൈഫ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർ, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എക്സെട്ര, അങ്ങനെ ഓരോ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് ഇവർ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് 3 ഇയേഴ്സ് ചോദിക്കുന്നവരിൽ 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലാത്തതിൽ എക്സ്പീരിയൻസ് ചോദിക്കാത്ത കേസസിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ആവുന്നതാണ്. സോ നമ്പർ ഓഫ് പോസ്റ്റിൻ്റെ ഒരു ചുരുക്കം അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ, ഡിഫറെൻറ്റ് ഫീൽഡ്സ്, ഓരോ ഫീൽഡിൽ എത്ര വേക്കൻസി ഉണ്ട്, അതിൽ തന്നെ കാറ്റഗറി വൈസ് റിസർവേഷനും കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിൽ എന്തൊക്കെയായിരിക്കും ഇവരുടെ ഡ്യൂട്ടീസ് എന്നുള്ളതാണ്. സോ അതിൽ കൊടുത്തിട്ടുണ്ട് ഈ ക്രൈം സീന് എക്സാമിൻ ചെയ്തിട്ട് അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി മാനുവലൊക്കെ കമ്പയർ ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ റിപ്പോർട്ട്, ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരിക്കും. സോ അത് നമുക്കൊരു കോർട്ടിലോ മറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ രീതിയിരുന്ന തരത്തിലുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ക്രൈം സീന് വിസിറ്റ് ചെയ്തിട്ട് ഐഡൻറ്റിഫിക്കേഷൻ, എവിഡൻസ് കളക്ഷനൊക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ചിലപ്പോൾ ക്രൈം തെളിയിക്കാൻ വേണ്ടിയിട്ട് റീകൺസ്ട്രക്ഷൻ ഓഫ് ക്രൈം സീൻ ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ദെൻ സീനിയർ ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്യേണ്ടി വരും ആസ് യൂഷ്വൽ. ദെൻ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഓഫ് ദി ക്രൈം സീനിൻ്റെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, അതുപോലെ തന്നെ സീനിയർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ലബോറട്ടറിയിലുള്ള മറ്റ് ഡ്യൂട്ടീസ് അവർ അസൈൻ ചെയ്യുന്നതിനനുസരിച്ച് അതും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. ദെൻ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. വാക്കിൻ ഇൻ്റർവ്യൂ ആണ് നടത്തുന്നത്. വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ഫോറൻസിക് സയൻസ് ലബോറട്ടറി, സെക്ടർ 14, രോഹിണി, ഡൽഹി, ഈ പറയുന്ന അഡ്രസ്സിലാണ്. രാവിലെ 10 മണി മുതലാണ് വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുക. ദെൻ റെമ്യൂണറേഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള 68,697 രൂപ, 68,697 പെർ മന്ത്, ആ ഒരു റെമ്യൂണറേഷൻ മാത്രമേ തരുള്ളൂ. കോൺട്രാക്ട് ബേസിസ് ആയതുകൊണ്ട് തന്നെ മറ്റ് TA, DA തുടങ്ങിയിട്ടുള്ള ഒരു അലവൻസും ഉണ്ടാവില്ല എന്നുള്ളത് അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്, 30 വയസ്സിൽ കൂടാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദെൻ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ സെൻട്രൽ പോളിസി അനുസരിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 24 ഏപ്രിൽ 2025 ഈവനിങ് 6 PM മുന്നേ എന്ത് ചെയ്തിരിക്കണം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കലിയോ ഇവർ പറഞ്ഞിട്ടുള്ള അഡ്രസ്സിൽ, അതായത് ഇവിടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, സെക്ടർ 14, രോഹിണി, ഡൽഹി, ഈ ഒരു അഡ്രസ്സിൽ എത്തിയിരിക്കണം. 6 മണിക്ക് മുന്നേ അത് എത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ കൺസിഡർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ കോൺട്രാക്റ്റ് നിലവിൽ 1 ഇയർ ആണെന്നുണ്ടെങ്കിലും പെർമനൻറ്റ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത് വരെ മേ ബി എക്സ്റ്റെൻഡ് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ TA, DA കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ കാൻഡിഡേറ്റ്സ് അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് അതർ ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിൽ വെക്കണം എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ആസ് യൂഷ്വൽ നമുക്ക് ഒരു റിക്രൂട്ട്മെൻറ്റിൽ അവർ ഒഫീഷ്യലായിട്ട് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിൻ്റെ ബോട്ടം സൈഡിൽ പറയുന്നത്. സോ അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. ദെൻ നിങ്ങളുടെ ഡ്യൂട്ടി കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി, ഷിഫ്റ്റ്, അതുപോലെ തന്നെ ലീവ് കാര്യങ്ങൾ എങ്ങനെയാണ്, മറ്റ് മെഡിക്കൽ കാര്യങ്ങൾ എങ്ങനെയാണ്, സെലക്ഷൻ്റെ വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ്, നമ്മൾ മെഡിക്കലി ഫിറ്റാണോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അവരുടെ എഗ്രിമെൻറ്റ് റൈറ്റിംഗ് സൈൻ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ദെൻ നമ്മൾ അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു കോപ്പി അവർ അടിയിൽ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ അതിൽ അപ്ലിക്കേഷൻ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു അപ്ലിക്കേഷൻ ഫോർമാറ്റാണ് ഇതിലുള്ളത്. ഇത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഇത് എന്ത് ചെയ്യണം, നമ്മൾ ഫില്ല് ചെയ്തിട്ട് മേലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു അഡ്രസ്സിൽ നമ്മൾ കൊടുക്കണം. അത് 24 ഏപ്രിൽ ഈവനിങ് 6 PM മുന്നായിട്ട് അവിടെ എത്തും വേണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അറേഞ്ച് ചെയ്യുക. ദെൻ വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഫീൽഡിലുള്ള വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്സ് ഡിഫറെൻ്റ് ആണ്. സോ അത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് നാഷണൽ
ഫോറൻസിക് സയൻസ് ലബോറട്ടറി പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോൺട്രാക്ട് ബേസിസുള്ള റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ക്രൈം ഇൻവെസ്റ്റിഗേഷനിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഫോറൻസിക്സ് ആ ഒരു ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുപോലത്തെ മോർ ഓപ്പർച്യൂണിറ്റീസ് വേണ്ടി. സോ താങ്ക് യു ഫോർ വാച്ചിങ്.